അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു ഉലുവാക്കഞ്ഞിയാട്ടം ഉണ്ടാക്കാൻ പോണേ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഉലുവാക്കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നത് അതിലും വ്യത്യസ്തമായ രീതിയിലാണ് അപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ഞാൻ കുറച്ച് ചെറുപയറും ഇതണ്ട നവരരി ഇതും കൂടി വെള്ളത്തിലിട്ട് എല്ലാം കുതിർത്തി വെച്ചതാട്ടോ, കഴുകി വെള്ളത്തിലിട്ട് വെച്ചാൽ ഇത് രണ്ടും കൂടി വെച്ചാൽ നല്ല ടേസ്റ്റുമാണ്, നല്ലതുമാണ് നമുക്ക് കഴിക്കാൻ. അപ്പം നമുക്ക് ഈ മഴക്കാലം കഴിയുമ്പോഴത്തേന് ഇങ്ങനത്തെ ഉണ്ടാക്കി കുടിച്ചാൽ നല്ലതാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കഴിയണോ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കുടിക്കുക. കാരണം നമ്മൾ വേനൽക്ക് കുറേ വെള്ളമല്ലേ കുടിക്കുക. അപ്പോൾ അതാ ഒരു പിടി ചെറുപയറും 2 പിടി ഈ അരി കേട്ടോ, ഞാൻ അടുത്ത നവരരി ഇതാ. ഇനി നമുക്ക് ഇതിക്ക് ലേശം ഉലുവ, ഇതും വെള്ളത്തിലിട്ട് വെച്ചാട്ടോ. ഉലുവൻ്റെ അളവ് പിന്നെ നമുക്ക് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം. ഇപ്പോൾ തോന വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം. ഞാനിപ്പോൾ ഇതിക്ക് കണക്കാക്കി ഇട്ടിട്ടുള്ളത് ഒരു വലിയൊരു സ്പൂണ് ഇത് ഇതിലിട്ട്. ഇനി ഞാനിത് അടുപ്പത്ത് വെച്ചാട്ടോ വേവിക്കാൻ പോണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുപ്പൊന്നും ഇല്ലെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. നമുക്ക് ഈ മഴക്കാലം കർക്കിടകം കഴിയുമ്പോഴത്തേന് ഇങ്ങനത്തെ ഒക്കെ നമുക്ക് കുട്ടികൾക്കും നമുക്കൊക്കെ കുടിക്കാം ഉണ്ടാക്കിയാൽ. എന്നാൽ ഈ ക്ഷീണിച്ച് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലതാണിത്, അല്ലാത്തവർക്കും നല്ലതാണ്, അവർക്കും ഉണ്ടാക്കി കൊടുക്കുക. അപ്പം നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു അരമുറി തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അരമുറി തേങ്ങ. ഇത് നല്ലപോലെ പാലെടുക്കണം നമുക്ക് ഇതിൻ്റെ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് പച്ചമരുന്നൊക്കെ ഇട്ടിട്ടാട്ടോ ഉണ്ടാക്കിയത്. നമ്മൾ എന്തായാലും വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെയൊക്കെ കുടിക്കാൻ പറ്റണ ആ രീതിയിലൊക്കെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുമാണ്, നല്ല ഗുണങ്ങളുമാണ്. അപ്പം നമുക്ക് ചെറുപയറിൻ്റെ ഗുണങ്ങളൊക്കെ ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ എല്ലാവർക്കും. അപ്പം അതുപോലെ നമുക്ക് അതിട്ട് വേവിക്കാം. എങ്ങനെയായാലും ഒരു 7 ദിവസമോ 14 ദിവസമോ നമുക്ക് വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കി കുടിക്കാൻ പറ്റും. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ ഉണ്ടാക്കി കുടിച്ചാൽ മതി. അപ്പം നമുക്കിതൊന്ന് പാലെടുക്കാം. ഹലോ, നമ്മളെ കഞ്ഞി ഇപ്പോൾ റെഡിയായി വന്നിട്ടാ. കണ്ടോ, അല്ല വെന്ത് നല്ല റെഡി ആയിക്കണേ. ഇനി നമുക്ക് തേങ്ങൻ്റെ പാലായിക്ക് ഒഴിച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വറവിട്ടൊക്കെ എടുത്തോളിട്ട്. ഞാൻ ഇപ്പോൾ വറവിടണില്ല. അതാ തേങ്ങാപ്പാൽ ഇതൊന്ന് ഒഴിച്ച് ഒന്ന് ഇങ്ങോട്ട് ചൂടായത്തിന് നമുക്കുണ്ട് എടുത്തേക്കാം. ഒരു ഇച്ചിരി ഉപ്പിടണം. ഒരു ലേശിട്ടാൽ മതി. നമ്മളിപ്പോൾ ഉപ്പ് അധികമൊന്നും ഇട്ട് കുടിക്കാൻ പറ്റില്ല. അപ്പം നമുക്കൊരു പാകത്തിന് കുടിക്കണ രീതിയിൽ ഇട്ടാൽ മതി. നല്ല കഞ്ഞിയാണ്. ഇതുണ്ടോ, ഇതിൻ്റെ കളർ തന്നെ ഇതിൻ്റെ ആ തവിടൊക്കെ ഉണ്ടായിട്ട് ഇതുണ്ടോ നല്ലൊരു കളറാണുള്ളത്, ഒരു ചുമന്ന കളറുണ്ട് ഇതിന്. പിന്നെ ആ ചെറുപയറും പിന്നെ ഞാൻ തേങ്ങ പാലെടുത്തപ്പോൾ ഒരു ലേശം നല്ല ജീരകം ഇട്ടിട്ടുണ്ടായിനെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശം നെയ്യിൽ ഉള്ളി മൂപ്പിച്ച് തീക്ക് വയ്ക്കട്ടോ. ഞാനിവിടെ അത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഉള്ളി മൂപ്പിച്ച് ഇടാത്തത്. ഇങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉള്ള ആൾക്കാർ ഒന്ന് കുറച്ച് ഉള്ളി അരിഞ്ഞ് 1 സ്പൂണ് നെയ്യിലാണ് വറവിട്ടാൽ മതി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവർക്ക് കഞ്ഞിക്ക് നെയ്യ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഒരിച്ചിരി ഉപ്പും കൂടി വേണം, തീരല്ല, മതിയാവും. ഒന്നും ചൂടായേക്കിന് നമുക്കൊന്ന് വാങ്ങിയേക്കാം. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കാൻ നോക്കുക. നമ്മളെ ആരോഗ്യത്തിനൊക്കെ കുട്ടികൾക്കൊക്കെ നല്ലതാണ്. എല്ലാവരും കുടിക്കുക.
അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്താണ്ടി കേട്ടോ. ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്താണ്ടി. വേണ്ട എൻ്റെ കളർ നോക്കി നിങ്ങൾ. ഈ ചെറുപയറൊക്കെ അതിലിട്ട് എന്താ രസം എന്നറിയാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്നും ചൂടായാൽ മതി. ഇനി നമുക്ക് എടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഒന്നും കൂടിയും പറയുകയാണ്. അസ്സലാമു അലൈക്കും. നന്ദി, നമസ്കാരം.